ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്, ഒരു ചെറിയ സ്റ്റഡി വ്ളോഗാണ്. കാരണം ഫുൾ ഇത് കംപ്ലീറ്റ് അല്ല, എനിക്കിനി ഇത് പോസ്റ്റ് ചെയ്തിട്ട് അടുത്തത് വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് വരെ പഠിച്ചതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ പഠിക്കാതിരിക്കാൻ പറ്റിയില്ല. രാവിലെ പുറത്ത് ബാങ്കിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ പുറത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ വിട്ട് പോയിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പഠിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യണത് എന്താ വെച്ചാൽ എന്താണെന്ന് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റഫായിട്ടുള്ളൊരു ബുക്ക് എടുത്തിട്ട് അതിൽ ഏതൊക്കെയാണെന്ന് മെയിനായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ എന്നുള്ളത് എഴുതിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴേക്കും ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഒരു ബോധ്യം വേണം നമുക്ക് എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ നമ്മുടെ കൈ പോവാ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് ആയിരിക്കാം. നമ്മളതെടുത്ത് കുറച്ച് നേരം വായിച്ചു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇനി അടുത്ത ഏതാ പഠിക്കുക, ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇരുന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ തന്നെ ഒരു റഫായിട്ട് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ വയ്ക്കുക. ഇത്ര ടൈം ടു ഇത്ര ടൈം വരെ ഇത് പഠിക്കണം, ഇന്ന് ഈ ബാക്കിയുള്ള ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള സമയം ഏതൊക്കെ സബ്ജക്റ്റ് നോക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കുക. അപ്പോൾ ഞാനത് എഴുതിയിട്ടു. അതിന് ശേഷം ഞാൻ കഴിഞ്ഞ വർഷത്തെ മുൻപ് നടന്നിട്ടുള്ള കമ്പനി ബോർഡിൻ്റെ പേപ്പർ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ എടുത്ത് ഞാൻ നോക്കുകയാണ്. ശരിക്കും 5 മാർക്കാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 മാർക്കിന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ കുറച്ചായാലും എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മറന്നു തുടങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഞാനതൊന്നും കൂടി എടുത്തൊന്ന് ചെക്ക് ചെയ്യാണ്, എവിടെ നിന്നാണ് മാർക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത് ഞാൻ നോക്കുകയാണ്. അത് എൻ്റെ പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ റാങ്ക് ഫയലിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് നോട്ടില്ല. ഞാനത് റാങ്ക് ഫയലിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ബുക്ക് എനിക്കിപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ പുതിയ ഓരോ ഇയർ കഴിയും തോറും ഓരോ പബ്ലിക്കേഷൻസ് പുതിയ റാങ്ക് ഫയൽ ഇറക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ റാങ്ക് ഫയലൊന്നും വാങ്ങിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മെയിൻ ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ റാങ്ക് ഫയൽ എടുത്തിട്ട് ഞാൻ മുൻപ് പഠിച്ച് നല്ല പച്ചവെള്ളം പോലെ പഠിച്ചിരുന്ന ഭാഗങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്ന കാരണം അതൊക്കെ മറന്നു തുടങ്ങി. അപ്പോൾ വീണ്ടും ആ ഭാഗങ്ങളൊക്കെ എടുത്ത് പഠിക്കുകയാണ്. പിന്നെ നിങ്ങൾ റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ സിലബസ് എപ്പോഴും സിലബസിന് മുൻതൂക്കം കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. അല്ലാണ്ട് ഇപ്പോൾ റാങ്ക് ഫയലിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഫുള്ള് ഇരുന്ന് പഠിക്കുകയല്ല. ഇപ്പോൾ ഞാനിപ്പോൾ കമ്പനി ബോർഡ് LGSനാണ് തൊട്ട് ആ ഒരു സിലബസ് മുൻനിർത്തിക്കൊണ്ടാണ് പഠിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലത്തെ പല ഭാഗങ്ങളും അതിൻ്റെ സിലബസിൽ വരുന്നില്ല. ഡീറ്റെയിൽഡ് സിലബസ് നോക്കിയാൽ കാണാം ഏതൊക്കെ ഭാഗങ്ങളാണ് എടുത്തെടുത്തവർ പറയുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് മാർക്ക് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമെന്ന് വെച്ചിട്ട് ഫുൾ ഹിസ്റ്ററി നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റാങ്ക് ഫയലിൽ തന്നെ ഞാൻ ചെക്ക് ചെയ്യണം ഏത് ഭാഗങ്ങളൊക്കെയാണ് സിലബസിൽ നിന്നുള്ളത്, ഏത് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യണം. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യേണ്ടതല്ല. കാരണം നമ്മളെപ്പോഴും ഇത്തിരി അഡ്വാൻസ് ആയിട്ട്, അതായത് സിലബസിനേക്കാൾ ഇത്തിരി അഡ്വാൻസ് ആയിട്ട് പഠിച്ചിരിക്കണേ എപ്പോഴും നല്ലതാണ്. കാരണം ഈ ഭാഗം തന്നെ ചിലപ്പോൾ SCRT നിന്ന് കയറി വന്ന ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ ആദ്യം ഞാൻ വിചാരിച്ചു ആദ്യം സിലബസിലുള്ളത് വൃത്തിയിൽ പഠിച്ചു പോയിട്ട് പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കാം, അതായിരിക്കില്ലേ നല്ലതെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അങ്ങനെ നോക്കിയിട്ട് എൻ്റെ റാങ്ക് ഫയലിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് പഠിച്ച് തീർക്കണത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ബുക്കിൽ നിന്നാണോ സ്ഥിരമായിട്ട് പഠിക്കുന്നത് ആ ബുക്കിൽ നിന്ന് തന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും പഠിച്ചതെന്ന് വെച്ചാൽ ആ ബുക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, ഇതെൻ്റെ പഠിച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം സോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് PSCയെ സംബന്ധിച്ച്. നമ്മൾ ആദ്യം പഠിക്കുന്ന സാധനങ്ങൾ വൃത്തിയിൽ പഠിച്ചതിന് ശേഷം പിന്നെ കൂടുതലായിട്ടുള്ള സോഴ്സുകളും കാര്യങ്ങളും നോക്കി പോകാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഇന്നിപ്പോൾ SCRTയിലത്തെ കുറച്ച് പാഠങ്ങൾ തീർക്കണം. അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ സ്റ്റാർട്ടിങ് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നി 7ാം ക്ലാസ്സിലാണ് കൂടുതൽ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള 4 ചാപ്റ്റർ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചാപ്റ്ററുകളിൽ നിന്ന് പഠിച്ച് തീർക്കാം. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടുമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCRT കൂടി അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഏത് ഭാഗത്താണ് കൂടുതൽ ഊന്നൽ നൽകിയ SCRT ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം അത് ചെക്ക് ചെയ്തു. റാങ്ക് ഫയൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി ചെക്ക് ചെയ്യുകയാണ് ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് പഠിച്ച് തീർക്കേണ്ടതുണ്ട് എന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമുള്ളത്, ഈ മടി പിടിച്ചിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്താണ്. കാരണം ചിലർക്ക് ഉണ്ടാവില്ല എക്സാം ഇനിയും കുറേ ടൈം ഉണ്ടല്ലോ പിന്നെ പഠിക്കാം, ഇപ്പോൾ എന്നെ പഠിച്ചു തുടങ്ങേണ്ട കാര്യമില്ലല്ലോ, ഇപ്പോൾ 2026 എക്സാം, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെ ടൈം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. കാരണം നമ്മൾ ഇപ്പോഴേ പഠിച്ച് ചിലപ്പോൾ ആ ഒരു ട്രാക്കിൽ എത്തുമ്പോഴേക്കും എക്സാം ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ എനിക്കൊക്കെ വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ നന്നായുള്ള ഒരാളാണ്. കാരണം എനിക്ക് ആ ഒരു PSC പഠിച്ച് ആ ഒരു ട്രാക്കിലാവാൻ കുറച്ച് ടൈം എടുക്കും. ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഒരു ട്രാക്കിൽ തന്നെ നല്ല കോൺസെൻട്രേഷൻ കൊടുത്ത് നന്നായി തന്നെ ഇരുന്ന് പഠിക്കും.
പക്ഷെ അത് വരെ എനിക്ക് അത്യാവശ്യം ഞാനിങ്ങനെ പയ്യെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൂട്ടുകാരുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പിന് ശേഷം തുടങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ ഇരുന്നിട്ട് കുറേ ടൈം ഇതുമ്പോൾ കുത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങിയാലാണ് അപ്പോഴേക്കും നമ്മുടെ സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചൊക്കെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നല്ല മാങ്ങ, അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ ചതച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാമെന്ന് ഒരു പൂതി. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി താഴെ പോയതാണ്. അപ്പോഴാണ് ഈ മാങ്ങ കാണുന്നത്. ഈ മാങ്ങ ഇതേപോലെ ഉപ്പും മുളക് ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ മാങ്ങയ്ക്ക് അങ്ങനെ കഴിച്ചിട്ടാണ് പിന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ വീണ്ടും SCERT ബുക്ക് എടുത്തിട്ട് ഞാൻ 7ാം ക്ലാസ്സിലത്തെ പോർഷനാണ് മെയിനായിട്ട് നോക്കാമെന്ന് വെച്ചിരുന്നത്. എനിക്ക് ആ ഭാഗങ്ങൾ ഇത്തിരി എളുപ്പം കൂടിയാണ്. പ്ലസ് പിന്നെ അതുപോലെ ഹിസ്റ്ററി ഞാൻ ഓൾറെഡി ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 7ാം ക്ലാസ്സിലത്തെ സോഷ്യലൊക്കെ എനിക്ക് ഇച്ചിരി കൂടി എളുപ്പമാണ് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം ഒരു 3-4 കൊല്ലം ട്യൂഷൻ എടുത്തിട്ടുള്ളൊരു ഒരു ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അത് കാരണം ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഞാൻ പൊടിതൊട്ടെടുക്കുകയാണ്. എന്നാലും ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം നമുക്കൊരു തപ്പിപ്പിടുത്തുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ അതൊക്കെ പഠിച്ച് അതേപോലെ തന്നെ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് ബുക്ക് എടുത്തിട്ട് അതിൽ ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചത് ബയോളജിയിലത്തെ ഭാഗത്തിലെ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗമാണ്. അപ്പോൾ എൻ്റെ ഈ ബുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം പഴക്കമുണ്ട്. ഞാൻ ഇച്ചിരി മുമ്പ് ഞാൻ ആ ഒരു കോച്ചിങ്ങിന് പോയിരുന്ന സമയത്തുള്ള ബുക്കാണ്. പക്ഷെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗങ്ങളൊക്കെ ഈ ബുക്ക് ചെയ്ത് പഠിച്ച കാരണം ഞാൻ ഇപ്പോഴും അത് കേടാവാതെ അല്ലെങ്കിൽ എന്താ പറയുക അത് കളയാതെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം എപ്പോൾ ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോഴും ഞാൻ റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCERT ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഞാൻ പഠിക്കുക ഈ ബുക്കിൽ നിന്നാണ്. കാരണം ഈ ബുക്കിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങിയ കാരണം എനിക്ക് ഈ ബുക്ക് തന്നെ വേണം. അങ്ങനെയുള്ളവരുണ്ടാവുമോ? ഉണ്ടാവും ഇല്ലേ? കാരണം ഒരു ബുക്ക് പഠിച്ചാൽ ആ ബുക്ക് തന്നെ പഠിക്കണം എന്നുള്ളവരുണ്ട്. അതേപോലത്തെ ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഒരു സാധനം പഠിക്കണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ബുക്കുകളിലേക്കോ ബാക്കിയുള്ള റാങ്ക് ഫയലിലേക്കൊക്കെ ഞാൻ നോക്കുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ബുക്ക് എടുത്തിട്ട് സ്റ്റാർട്ടിങ് അതിൽ നിന്ന് തന്നെ തുടങ്ങാണ്. രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാ സിലബസിലും വരുന്നൊരു ടോപ്പിക്കാണത്. രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായിട്ട് ചോദ്യാഭാഗത്ത് നിന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ നല്ലപോലെ പഠിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനാണ് ഇരുന്നത്. കാരണം കുറേ നാളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്തിട്ട് ഈ ബുക്ക് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം. ഇതിൽ കണ്ടോ ഞാനിങ്ങനെ ടിക്കിട്ടിട്ട് എൻ്റെ മാർക്കൊക്കെ എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. കാരണം കുറച്ച് നാളായി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതിരിക്കാന്ന് വെച്ചിട്ട് ബബിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ശീലിക്കായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഒരു സാധാ റഫ് എടുത്തിട്ട് അതിലാണ് ചെയ്യണം കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ മാത്സ് ക്ലാസ് കാണാനാണ് ഇരുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ഫുൾ ക്ലാസ് കണ്ടു തീർക്കാനുള്ളത് പറ്റിയിട്ടുണ്ടായില്ല. ബാക്കിയുള്ള ഒരുവിധം ക്ലാസ്സുകളൊക്കെ ഞാൻ കണ്ടു തീർത്ത് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാത്സിൻ്റെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മാത്സിൻ്റെ പിന്നെയും ഒരു 6 മാസത്തേക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ക്ലാസ്സും കൂടി ഉണ്ട്. ഈ മെയിൽ അത് കഴിയും. അപ്പോൾ അതിൻ്റെ ക്ലാസ് അതിന് സമയം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതിനും കൂടി സമയം കണ്ടെത്തണം. കാരണം മെയിൽ കഴിയും. അപ്പോഴേക്കും അത് എനിക്ക് കണ്ടു തീർക്കേണ്ടതുള്ളത് കാരണം നല്ല ക്ലാസ്സുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലത്തെ ക്ലാസ്സുകൾ കുറച്ച് നേരം ആ ക്ലാസ്സുകൾ കണ്ടു. അപ്പോൾ ഇവിടെ വരെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ലേ കുറച്ച് നേരമായി പഠിക്കാതിരിക്കുന്ന കാരണം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കറണ്ട് അഫെയർ ക്ലാസ് കാണണം. കറണ്ട് അഫെയർ കണ്ടിട്ട് വേണമെങ്കിൽ നോട്ട് ഉണ്ടാക്കിയിട്ട് കറണ്ട് അഫെയർ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുട്ടി സ്റ്റഡി വ്ളോഗ്. ബൈ.